നാളെ ദിവസം ഞാനിങ്ങനെ കുടുംബ പരിപാടിയിൽ ചെറുപ്പക്കാർ മാത്രമുള്ള ഒരു സദസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ അവരോട് ചോദിച്ചു, എല്ലാവരും പെണ്ണെട്ടിയതാണോ എന്ന് ചോദിച്ചു. എല്ലാവരും പെണ്ണെട്ടിയാന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കയ്യൊന്നിച്ചു ആന്ന് പറഞ്ഞു. പെണ്ണെട്ടിയപ്പോൾ നെയ്യത്ത് വെച്ചവരൊക്കെ ഒന്ന് കയ്യൊന്നിച്ചാണ് പറഞ്ഞു. അപ്പോൾ ആർക്കും പൊന്തിക്കാൻ പറ്റിയില്ല. ഇവിടെ ഇപ്പം ഞാൻ എല്ലാവരോടും കൈ താത്താനാ പറയണത്, പൊന്തിക്കാൻ പറയണില്ല. കാരണം ചോദിച്ചാൽ ഞാൻ ചുയിപ്പാവും. കല്യാണം കഴിച്ചപ്പോൾ നിക്കാഹിൻ്റെ അന്ന് ആരൊക്കെ നെയ്യത്ത് വെച്ചതെന്ന് ചോദിച്ചാലേ ഞാൻ ചുയിപ്പാവും. നിങ്ങൾ കഴിച്ചില്ലാവും ചിലപ്പോൾ. ചോദിക്കണില്ല. അതുകൊണ്ട് സംഗതി ഇപ്പം നിക്കാഹും തൊലാക്കും ശരിയാവാൻ നെയ്യത്ത് ആവശ്യമില്ല എന്നേ ഉള്ളൂ. കൂരിട്ടണമെങ്കിൽ ആവശ്യമുണ്ട്, നേരാവണമെങ്കിൽ ആവശ്യമുണ്ട്, കുട്ടികൾ നേരാണെങ്കിൽ അത് ആവശ്യമുണ്ട്, സ്വർഗത്തേക്ക് പോകണമെങ്കിൽ ആവശ്യമുണ്ട്, അതിനൊക്കെ അത് ആവശ്യമാണ്. സ്വഹീഹാവാൻ ആവശ്യമില്ല എന്ന് മുഴുത്തമതായ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് നിക്കാഹ് എല്ലാവർക്കും ശരിയാണ്. ഞാൻ ഇനി ആരും ബേജാറായിട്ടിൻ്റെ ഒപ്പം കൂടണ്ട. കൂലിട്ടണമെങ്കിൽ വേണം. നെയ്യത്ത് വെച്ചിട്ടില്ല ആരും. അതന്നെ അത് കേടുന്നതിൻ്റെ കാരണം. ഇനിയിപ്പോൾ എന്താ ഉസ്താദെ കാട്ടുക? ഇപ്പം നെയ്യത്തൊക്കെ അന്നത്തെ ക്ലാസ് മുതലാവും. അതന്നെ ഇന്നത്തെ ക്ലാസ് മുതലായാൽ നിക്കാഹിൻ്റെ നെയ്യത്ത് ശരിയായാലാണ്. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താ ഇപ്പം നെയ്യത്ത് വെക്കുക എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ വീട്ടാൻ വേണ്ടി ഞാൻ കല്യാണം കഴിക്കുന്നു തന്നെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ വീട്ടാനാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് നെയ്യത്ത് വെച്ചാൽ പിന്നെ അതിൻ്റെ എല്ലാ കാര്യവും ക്ലിയറാവും. കല്യാണം എന്ന് പറഞ്ഞ സംഗതി സ്വർഗത്തുനിന്ന് ആദം വല്ലിപ്പ തുടങ്ങിയതാ. ആദ്യത്തെ പുതിയാപ്പള ആദം നബിയാണ്. ആദ്യത്തെ മണവാട്ടി ഹവ്വ ബീവിയാണ്. സ്വർഗത്തിനാണ് തുടങ്ങിയത്. നോക്കാൻ ഞമ്മക്ക് നിർവാഹമില്ലാതെ 50,000 തെറ്റും ചെയ്തും കണ്ട അള്ളഹാനോട് സോറി എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? ഞമ്മക്ക് ആദ്യം പറ്റണ്ടേ? മഗ്ഫിറത്ത് നമ്മുടെ ജീവിതത്തിൽ വേണമല്ലോ, എന്നാലല്ലേ അള്ളാഹുത്തേല പുറത്തിരുള്ളൂ. നടക്കണില്ല. ഇതൊന്നും നമ്മളെ സ്വഭാവമായി വരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ്? അപ്പോൾ സ്വർഗത്തിന് ആദം നബി തുടങ്ങിയതാണ് ആദ്യത്തെ കല്യാണം അലൈഹിസ്സലാം. ഹവ്വാ ബീവിയാണ് ആദ്യത്തെ പുതിയണ്ണ. മനുഷ്യകുലത്തോളം പാരമ്പര്യമുള്ളൊരു കാര്യമാണത്. വല്ലിപ്പയും വല്യമ്മയും രണ്ടാളും 2 കട്ടിലുമേ കിടക്കണത്, 2 റൂമിലാ കിടക്കണത്, 2 പുതപ്പിലാ കിടക്കണത്, 2 വിരിപ്പിലാ കിടക്കണത്, 2 പാത്രത്തിലാ ഭക്ഷണം കഴിക്കണത്, 2 ഇരിക്കണത്. എന്തേന്ന് ചോദിച്ചു. പേരക്കുട്ടിയൊക്കെ എന്താ തോന്നാന്നാ? ഏത് പേരക്കുട്ടിക്കാ പറയാത്തത്? വല്യമ്മാനെ വല്ലിപ്പ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ്. എല്ലാ പേരക്കുട്ടിക്കും അറിയും. ഖദീജ ബീവിനും നബി തങ്ങളെയും പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേ ഖദീജ ബീവിനും നബി തങ്ങളെ ആദ്യത്തെ ഭാര്യയാണ് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. നുബുവത്തിന്റെ ഭാര്യ. റമദാൻ മാസത്തിലാണ് ഹിറാ ഗുഹയിലേക്ക് പോയത്. 2 വർഷം 2 റമദാനിൽ ഓരോ മാസമാണ് ഹിറാ ഗുഹയിൽ ജബലുൻ നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ നബി തങ്ങൾ ഇബാദത്ത് ചെയ്തത്. കച്ചവടത്തിന് അവിടേക്ക് പോണതിൻ്റെ മുമ്പ് ഒരിക്കൽ ഖദീജ ബീവിനോട് പറഞ്ഞു, ഖദീജ എനിക്കൊന്ന് ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യണമെന്നുണ്ട്, അതിന് പറ്റിയൊരു സ്ഥലം കിട്ടിയ തിരക്കുണ്ടായിരുന്നില്ല. അപ്പൊ ഖദീജ ബീവി പറഞ്ഞു, നബിയെന്ന് നമ്മൾ ബഹുമാനിച്ച് പറയാട്ടോ, അന്ന് നബി ആയിട്ടില്ല. നബിയെ നിങ്ങൾ പറ്റിയൊരു സ്ഥലം ഏതെങ്കിലും ഉണ്ടോ എന്ന് തിരഞ്ഞു നോക്കിയായിരുന്നു. അങ്ങനെ നബി തങ്ങൾ ഇങ്ങനെ മക്കത്ത് കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് അവസാനം ജബലുൻ നൂർ പർവ്വതത്തിന്റെ മേലെ കയറി താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ, ഹിറാ ഗുഹയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ കഅബ ഇങ്ങനെ കാണാണ്ട്. എന്നാൽ ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു.
ഖദീജാബിനോട് പോയിട്ട് വിവരം പറഞ്ഞു. ഖദീജ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞു. ഞാനൊന്ന് പോയോട്ടെ. ഖദീജാബി പോയി നോക്കി. അവിടേക്ക് പെണ്ണുങ്ങളോട് ഒരു വിഷയത്തിലും അഭിപ്രായം ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അവള് പറഞ്ഞത് മാത്രമേ എടുക്കുള്ളൂ എന്ന് വരരുത് എന്നേ ഉള്ളൂ. അഭിപ്രായം ചോദിക്കും. ആരാ പറഞ്ഞു പെണ്ണുങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ പാടില്ല? അങ്ങനെ നബി തങ്ങൾ വഹി വന്ന സ്ഥലം ഖദീജാബി തെരഞ്ഞെടുത്തു കൊടുത്തതാണ് റളിയല്ലാഹു അൻഹ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്ന സ്ഥലം ഖദീജാബി തെരഞ്ഞെടുത്തു കൊടുത്തതാണ്. അങ്ങനെ ഖദീജാബി പോയി നോക്കിയപ്പോ തരക്കടില്ല ഈ സ്ഥലം. അതൊക്കെ ആട്ടിപ്പയച്ചാണ്ട് അടിച്ചോരി വൃത്തിയാക്കി കൊടുത്തു, നേരാക്കി. എന്നിട്ട് ഇങ്ങനെ നബി തങ്ങൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഗോതമ്പ് മാവ്, ഉപ്പ്, പച്ചവെള്ളം, കാരക്ക 4 സാധനം കൊടുത്തയച്ചു. കുട്ടിയാണ് കുഴച്ചിട്ട് അത് തിന്നും, ഈത്തപ്പഴം തിന്നും, വെള്ളം കുടിക്കും, കഴിഞ്ഞു. ഭക്ഷണം കഴിയണ സമയത്ത് ഇങ്ങോട്ട് തന്നെ വരും. അങ്ങനെ വീണ്ടും ഈ സാധനം കൊണ്ടുപോകും. ഇടക്ക് ഖദീജ ബീവി അങ്ങോട്ട് കൊണ്ടേക്കും. അങ്ങനെ അവസാനമായപ്പോൾ പിന്നെ തീരെ വരാതെ ഖദീജ ബീവി എന്നും ഭക്ഷണമായിട്ട് അങ്ങോട്ട് പോകലായി. ഒരു ദിവസം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്യമ്മ ഞാൻ കൊണ്ടേ കൊടുത്തോളാം ഭക്ഷണം എന്ന് പറഞ്ഞു. ഖദീജ ബീവിയുടെ അടിമയായ പിന്നീട് നബിതങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസയുടെ മകനാണ് ഉസാമ. ചെറുപ്പം മുതൽ ഖദീജ ബീവിൻ്റെയും നബിതങ്ങളുടെയും വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാരനെ പോലെയായ ഒരാളാണ് സയ്യിദുന ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. വല്യമ്മ ഞാൻ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞു. എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം നൽകട്ടെ. കുട്ടികളെ, വാപ്പ വന്നിട്ടുണ്ട്, ചോറ് വിളമ്പി കൊടുത്താൽ ഇമ്മക്ക് വെജാന്നല്ല തന്നെ പ്രശ്നം. ഇതാണ് പ്രശ്നം. കുടുംബജീവിതം സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ ആയത്ത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് അവൻ നിങ്ങളിൽ നിന്ന് ഇണകളെ ഉണ്ടാക്കിയിരിക്കുന്നു. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, മവദ്ദത്ത് റഹ്മത്ത് എന്നീ 2 ഗുണങ്ങൾ അള്ളാഹു നിങ്ങളിൽ വെക്കുകയും ചെയ്തിരിക്കുന്നു. സ്നേഹത്തിൻ്റെ 2 ഘട്ടങ്ങളാണ് മവദ്ദത്ത് റഹ്മത്ത്. സ്നേഹം 4 വിധത്തിലാണ്. സ്നേഹം 10 വിധമുണ്ട്, പ്രധാനമായും 4 വിധമാണ്. 1 മഹബ്ബത്ത്, 2 ഇഷ്ഖ്, 3 മവദ്ദത്ത്, 4 റഹ്മത്ത്. അങ്ങനെ 4 എണ്ണമാണ് സ്നേഹം. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ പ്രേമം, ഇഷ്ഖ് എന്ന് പറഞ്ഞാൽ അനുരാഗം, മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യം. ഇത് 4ആണ് ഒരു മനുഷ്യൻ്റെ കൽബിലുണ്ടാവുന്ന സ്നേഹത്തിൻ്റെ 4 അവസ്ഥകൾ. മഹബ്ബത്ത് എന്ന് പറഞ്ഞത് പ്രേമാണ്. അത് അള്ളാഹിനോട് ഉണ്ടാകേണ്ടതാണ്. പ്രേമവിവാഹങ്ങൾ, പ്രണയവിവാഹങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം അള്ളാഹിനോടുണ്ടാവേണ്ടത് നാട്ടുകാരോടുണ്ടായി എന്നുള്ളതാണ്. 2 കാരണമുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. രണ്ടാമത്തെ ഒരു കാരണം മാ നബത്ത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ, ഹറാമിൽ തുടങ്ങിയത് നരകത്തിലേ അവസാനിക്കുള്ളൂ എന്നതാണ് രണ്ടാമത്തെ കാരണം. അതിൻ്റെ തുടക്കം ഹറാമിലാണ്. അതുകൊണ്ട് ഇപ്പോൾ വാപ്പാർക്കും മക്കൾക്കും ഉമ്മമാർക്കൊക്കെ തോന്നലുണങ്ങിക്കണു, അങ്ങനെ പോലും വാശി പിടിച്ചിങ്ങാണ്ട് പണ്ട് പിന്മാറൂല എന്ന് തോന്നുകയാണ്, എന്നാൽ പിന്നെ നടത്തി കൊടുക്കുക. കുഴപ്പമൊന്നുമില്ല, പള്ളിക്കൊന്ന് മൊലിയരൊക്കെ വന്നുകൊണ്ട് നിക്കാഹൊക്കെ നടത്തിയാൽ സ്വയ്യാവൊക്കെ ചെയ്യും. പക്ഷെ ഹറാമിൽ തുടങ്ങിയത് നേരാവില്ല, അവസാനം വാപ്പിമ്യാവും നേരാവില്ല. വേണ്ടേ നിങ്ങൾ തീരുമാനിച്ചാളി, നേരാവില്ല. കാരണം മാനബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ,
ഹറാമിൽ തുടങ്ങിയത് നരകവുമായാണ് കൂടുതൽ ബന്ധമുണ്ടായിരിക്കുകയെന്ന് മുഹമ്മദ് നബി. ആദ്യം കണ്ടത് ഹറാമാണ്, നോക്കിയത് ഹറാമാണ്, വ്യഭിചാരമാണ്. സംസാരിച്ചത് ഹറാമാണ്, നാവിൻ്റെ വ്യഭിചാരമാണ്. ഒരുമിച്ചിരുന്നത് വ്യഭിചാരമാണ്, സഹവാസ വ്യഭിചാരമാണ്. തൊട്ടത് വ്യഭിചാരമാണ്, സ്പർശന വ്യഭിചാരമാണ്. വ്യഭിചാരത്തിൽ തുടങ്ങിയത് ഖൈറിൽ അവസാനിക്കൂല. കല്യാണത്തിനുണ്ടാ കുഴപ്പം, പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് വർത്താനം പറയാ, സംസാര വ്യഭിചാരം. സ്പർശ അൽ ഐനാനി സിനാഹുമാ അന്നദുറു ഹബീബുനാ റസൂൽ. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാകുന്നു എന്ന് മുത്തുനബി പറഞ്ഞിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിന്റെ വ്യഭിചാരം, നമ്മൾ വിചാരിച്ചത് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഗുഹ്യം കൊണ്ട് മാത്രമാകുന്നു എന്നാണ്. അല്ല, ഗുഹ്യം കൊണ്ട് ഉണ്ട് എന്നേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി ശിക്ഷ നൽകുമെന്ന് പറഞ്ഞ ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ, അതാണ് വ്യഭിചാരം. ഒരാളൊരു നന്മ ചെയ്താൽ അതിന് 10 കൂലി അല്ലാഹു തആല കൊടുക്കും. ഒരു നന്മ വിചാരിച്ചാൽ തന്നെ അപ്പം അതിൻ്റെ കൂലി കൊടുക്കും. ഒരു നന്മ ഒരാളാണ് വിചാരിച്ചു, അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്ന് വിചാരിച്ചു, അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്നാൽ വിചാരിച്ചു ഒരാൾ, എന്നാൽ അപ്പം തന്നെ അവൻ്റെ ഏടിലൊരു ഹജ്ജിൻ്റെ കൂലി എഴുതും. സാലിം ഒരു ഹജ്ജ്, ഒറ്റ പൈസനും ചിലവില്ല. അപേക്ഷ കൊടുക്കാൻ 300 റുപ്യേൻ്റെ ചിലവുണ്ട്, വിചാരിക്കാൻ ഒറ്റ പൈസനും ചിലവില്ല. അപ്പം നമുക്ക് തോന്നുകയാണ് അതിപ്പോൾ ആരോഗ്യം ഉണ്ടായില്ലെങ്കിൽ എന്താ കാട്ടുക. ആരോഗ്യം തരണോ കൊണ്ടുപോയാലല്ലേ പോണ്ടുള്ളൂ. പൈസ ഉണ്ടായില്ലെങ്കിൽ എന്താ കാട്ടുക, പൈസ തരണോന്ന് തന്നാലല്ലേ പോണ്ടുള്ളൂ. വിചാരിക്കാൻ പൈസ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഈ ഇരിക്കണ എല്ലാവർക്കും ഒരു ഹജ്ജിൻ്റെ കൂലി കിട്ടും. ഈ ഇരിക്കണ ആണുങ്ങൾക്ക് അപ്പുറത്തുള്ള പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് അടുത്തുള്ള ഹജ്ജിന് പോകണമെന്നൊന്ന് വിചാരിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അടുത്തുള്ള ഹജ്ജ്, ഒറ്റ പൈസൻ്റെ ചിലവില്ല, ഒരു പൈസയും വേണ്ട, ഒരു ഹജ്ജിൻ്റെ കൂലി. അല്ലാഹു തആല ഒരു നന്മ വിചാരിച്ചാൽ അതിൻ്റെ കൂലി തരും എന്ന് പറഞ്ഞത് നമ്മളെ പറ്റിച്ച മാമ സൂചി പോയപ്പോൾ പറഞ്ഞ മാതിരി പറഞ്ഞതല്ല. മാമ സൂചി പോയി തരാം. അപ്പോൾ പറഞ്ഞതിനെ ഈ സൂചിന് കിട്ടിയാൽ പള്ളിയൊക്കെ ഒരു പൊന്നിൻ്റെ സൂചി ഞാൻ കൊടുക്കുന്നു. അപ്പോൾ മാമാട് ചോദിച്ചു, മാമ ഈ ഇരുമ്പിൻ്റെ സൂചി കിട്ടിയിട്ട് ഒരു പൊന്നിൻ്റെ സൂചി പള്ളിയെ കൊടുത്ത് അങ്ങക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതല്ല, അള്ളാഹ് തരാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ഒരു നന്മ വിചാരിച്ചാൽ അതിൻ്റെ കൂലി തരുന്ന്. ഹജ്ജിന് പോകാൻ വിചാരിച്ചാൽ കൂലി കിട്ടും, ഒരു പൈസയും ചിലവില്ല. അതുകൊണ്ട് വിചാരിക്കുക എല്ലാവരും, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്, നമ്മൾ വിചാരത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കും. നന്മയെ എപ്പോഴും വിചാരിക്കണം. അപ്പോൾ മാ നബത്ത ഫിൽ ഹറാമി ഫഹു ഔലാ ബിന്നാർ എന്ന് പറഞ്ഞതാണ്. ഒരു നന്മ വിചാരിച്ചാൽ അതിൻ്റെ കൂലി കിട്ടും, ചെയ്താൽ 10 കൂലി കിട്ടും, അപ്പോൾ 11 കൂലിയായി. നോൽമ്പിനൊക്കെ പിന്നെ 70,000 എത്രയെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വരി ഞാൻ തരാന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നോമ്പിന്. ബാക്കിയുള്ളതിനൊക്കെ 70 നിസ്കരിച്ചാൽ 24 കൂലി ഏറെ, തലമറിച്ച് നിസ്കരിച്ചാൽ 25 കൂലി ഏറെ, ജുമാ നിസ്കാരത്തിന് തലമറിച്ചാൽ 70 ജുമാൻ്റെ കൂലി. അങ്ങനെയൊക്കെയാണ്. ഒരാൾ ജുമാക്ക് പള്ളിയേക്ക് എന്നിട്ടേ ഹൗദിൻ്റെ അവിടുന്ന് ഒതുണ്ടാക്കി കയറുമ്പോൾ ആ തൂണിൻ്റെ ഓട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയിലുണ്ടാവും തലയെ കൗത്തനെ കുറച്ച് സാധനങ്ങൾ, അത് എടുത്താണ്ട് ഒന്നും കൗത്തിയാൽ 70 ജുമാൻ്റെ കൂലി കിട്ടും. തരാൻ വേണ്ടി പറഞ്ഞാണ് അല്ലാഹു തആല, അല്ലാതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്ന മാതിരി തന്നെ ഓരോ കാര്യവും തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ്. അപ്പോൾ ഒരു നന്മ ഒരാൾ ചെയ്താൽ 10 കൂലി കിട്ടും. ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ ശിക്ഷയില്ല. കള്ളുടിച്ചെന്ന് ഒരാൾ വിചാരിച്ചു, അതിന് ശിക്ഷയൊന്നുമില്ല. ചെയ്താൽ ഒരു ശിക്ഷയേ ഉള്ളൂ.